ഹലോ ഗൈസ്, വെൽക്കം ടു അണ്ടർദാസ് ബ്ലോഗ്. സുഖം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നില്ലേ ഞങ്ങൾ ഉത്സവത്തിന് പോട്ടോ. അമ്മ ഉണ്ട്, കസിൻ ബ്രദർ ഉണ്ട്, ഏട്ടനുണ്ട്. അച്ഛനും വലിയേട്ടനും വന്നില്ല, ഒരു വീട്ടിലാണ്. ഒരൊക്കെ തമ്മിൽ പായുന്നേ. അമ്മ ടോർച്ചായിട്ടമ്മ ടോർച്ച് Badu no ser darlo ini ke buta bari ke per. അങ്ങനെ 7:30 പോണത്. ഇന്നലെ എല്ലാവരും പണി കഴിഞ്ഞ് കോളേജും കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് ലേറ്റായി. അപ്പം ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത്. ഈ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകണ്ട കേട്ടോ. ഉത്സവത്തിന് എന്തായാലും പോകണ്ട്. ഞാൻ എന്തായാലും താഴെ നോക്കി നടക്കട്ടെ. അമ്മ തലകുത്തി വിൽക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിട്ടോ. ഉണ്ടായിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ശ്രീ പച്ചക്കടത്ത് കാവിലമ്മയുടെ തിരുവുത്സവത്തിൽ ശ്രീ വെള്ളിമുട്ട് ശ്രീധരന്റെ വാദ്യമേളങ്ങൾക്കനുസരിച്ച് താളം ചവിട്ടിക്കൊണ്ട് ശ്രീ പച്ചക്കടത്ത് സംഘത്തിന്റെ അമ്മണ്ട്, ഏട്ടനുണ്ട്, എല്ലാരും ഉണ്ട്. ഓ വാദ്യന്മാരുമായി പ്രത്യേകക്ക് വേണ്ടി സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പാലക്കൊമ്പിന് പരിസരത്ത് തിങ്ങിക്കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ വാദ്യന്മാരുടെ നിർദ്ദേശാനുസരണം മാറി നിന്നുകൊണ്ട് താലപ്പൊലിയുടെ സുഗമമായ പരിസമാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഷോപ്പ് കമ്മലൊക്കെ ഉണ്ട് കേട്ടോ, കുറെ കളക്ഷൻസ്. അമ്മ കണ്ടു പായിനെ. ഞാനില്ലേ വള വാങ്ങിട്ടെ ഗൈസ്. ഇവിടെ കമ്മൽ നോക്കുകയാണ്. ഇവിടെ കേട്ടോ കുറെ ഷോപ്പുകൾ. കുറച്ചേ ഉള്ളൂ അല്ലേ അമ്മ ഇപ്രാവശ്യം ഷോപ്പ്? ഇപ്രാവശ്യം കുറച്ചല്ലേ ഉള്ളൂ ഷോപ്പ്. എല്ലാ പ്രാവശ്യം കുറെ ഉണ്ടാവില്ലേ? ഇപ്രാവശ്യം ഇവിടെ കുറവാട്ടോ ഷോപ്പ്. ഇവിടെ ഞങ്ങൾ ജലേബി വാങ്ങുന്നതാണ്. പക്കോട ഉണ്ട്, ജലേബി.
ഇവിടെ വന്നിട്ടൊന്നും കഴിക്കാനില്ലേ, ജസ്റ്റ് ഉപ്പിലിട്ട പിന്നെ ഐസ്ക്രീം അതേ ഉള്ളു. അപ്പൊ നമ്മൾ ഉപ്പിലിട്ടോ ബാക്കിലൊന്ന് കഴിക്കണ്ടേ. ഞങ്ങൾ തിരിച്ചു പോവാട്ടോ, ഒന്നുമില്ല അവിടെ കാണാം, ഒന്ന് തിരിച്ചു വരാൻ പോവാം. അങ്ങനല്ലേ ഞമ്മള് അമ്പലത്തിന്ന് വീട്ടിലേക്ക് എത്തിട്ടോ. ഉത്സവത്തിന് ഇവിടെ അമ്മ വന്നപ്പോ തന്നെ ചപ്പാത്തിന്റെ പണി കിട്ടിയ അമ്മയ്ക്ക് നൈറ്റ് ഫുഡ് അവിടെ ഒന്നും കഴിക്കാതെന്ന് നമ്മൾ കഴിക്കൂല വിചാരിച്ചിരിക്കുന്നു. അവിടെ നിന്ന് കഴിച്ച് വരും അല്ല അമ്മ, പക്ഷേ അവിടെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഉണ്ടാക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ മാത്രം അല്ല, ഇല്ല ദിവസം ഉണ്ടാക്കലല്ലേ, പിന്നെന്താ മടി? അമ്മയ്ക്ക് മടിയില്ല. എവിടുന്ന് വന്നാലും അമ്മയോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ ഉണ്ടാക്കും. അമ്മ ഇസ് ബെസ്റ്റ്. റോബോട്ട് യാ, എന്റെ അമ്മ റോബോട്ടാ. സത്യം പറഞ്ഞാല് കുഴങ്ങില്ല, എന്താന്നറിയില്ല. എത്ര പണിയെടുത്താലും സത്യം പറഞ്ഞ അമ്മല്ലേ രാവിലെ 4 മണിക്ക് എണീക്കും, എന്നിട്ട് രാത്രി 12 മണിക്ക് ഉറങ്ങുക. എന്നിട്ട് രാവിലെ ഏട്ടന്മാര് 6 മണിക്ക് പണിക്ക് പോകുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. അതിന്റെ കൂടെ ചോറുണ്ടാക്കും, കറി ഉണ്ടാക്കും. പിന്നെ പണിന്ന് വന്നാല് അമ്മ ഫുഡിന് പിന്നെയും റെഡി. പിന്നെ പണി തിരുമ്പ അത് ഇത് എല്ലാ പണി അമ്മയിട്ട് ചെയ്യാൻ ഞാൻ ചെയ്യില്ല. സത്യം പറഞ്ഞാല് ഞാൻ ചെയ്യലെന്നില്ല വിചാരിച്ചു, ഞാനാകെ 1-2 പണി ചെയ്യും. അത് ഇപ്പൊക്കെ മക്കൾ സ്ഥലത്തിരിക്കില്ല. അത് ശരിയാ. അമ്മന്റെ അത്ര ഒന്നല്ലോ ആരും എടുക്കൂല. എടുക്കണ്ടേ? പക്ഷെ നമ്മ കമ്പനിയിലും അത്ര മീൻസ് നല്ല ഭാരമുള്ള പണി കേട്ടോ. കമ്പനിയിൽ എന്ന് പറയുമ്പോ ഞാൻ പോയതാ, 5 മിനിറ്റ് നിക്കാൻ പറ്റില്ല. ഒരു കെമിക്കലൊക്കെ ഇടും യൂസ് ചെയ്യും. അത് മാക്സ് ബോക്സ് മാക്സ് സ്റ്റിക്ക് ഉണ്ടാക്കുമ്പോ ഒരു സൾഫർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം യൂസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് മൂക്കിൽ കയറിയ അത് പോകാ ഉള്ളിൽ കയറിയിട്ട് എന്തോരം ചുമ വരും. എന്നിട്ടും അമ്മ ചെയ്യുന്നുണ്ടല്ലേ അമ്മ. കുറച്ചുകൂടി കഷ്ടാവട്ടെ, കഷ്ടാവ് പിന്നെ നല്ലാവൂലേ. അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഞാൻ ചേഞ്ച് ഞാൻ വന്നപ്പോ കുറച്ച് ഇരിക്കാം, അമ്മ ഇരുന്നില്ല. വന്നപ്പോ തന്നെ ചേഞ്ച് ആക്കി. ഒരു ജിലേബി ഞാൻ കഴിച്ച്, അർച്ചനക്ക് കൊടുത്തി, ശിവംക്ക് കൊടുത്തി. എനിക്ക് തന്നില്ല കണ്ടോ? അല്ല ഇത് പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല ജിലേബി. വൈ നോട്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു മധുരം. എനിക്ക് മധുരത്തിനോട് താല്പര്യം. പിന്നെ എന്താ പറയാ, അമ്മ തന്നില്ല കുട്ടപ്പടപ്പട്ട. പക്ഷെ ഇവര് വിശ്വസിക്കൂല. സത്യം ഞാൻ പറഞ്ഞാലും വിശ്വസിക്കൂല. അമ്മനെ ഭയങ്കര ഇഷ്ടാ. എല്ലാരും കമന്റിൽ അമ്മനെ എന്ത് നല്ല അമ്മ. എന്റെ ഫ്രണ്ട്സ് വരെ പറയൂ, അറിയോ എന്ത് പാവാണ് എന്റെ അമ്മ. സത്യം അവരൊക്കെ പറയൂ. നല്ല കുട്ടി, നല്ല കുട്ടികൾ, നല്ല കുട്ടികൾ, നല്ല കുട്ടികൾ. അപ്പൊ ഞാൻ നല്ല കുട്ടിയല്ലോ. പറഞ്ഞ ഇതില്ല. മതില്ലേ? മതി. ഞാൻ പോയി അമലേറ്റ് ഉണ്ടാക്കണ ഉറങ്ങണ്ട. ഞാൻ കഴുകി, ഞാൻ പോട്ടെ. ഉള്ളി വെളുത്തുള്ളി അതാ മുറിച്ച് വെച്ചിന്. അത് ഞാൻ ഉണ്ടാക്കുന്ന ആർക്കും ഇഷ്ടല്ല, ആർക്കും ഇഷ്ടപ്പെടൂല. ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയാല് അമ്മേന്റെ കഴിട്ട് എല്ലാവർക്കും ഇഷ്ടം. കായ് മുറിച്ചിട്ട് എനിക്ക് അത് നന്നാവും. ഞാൻ കല്യാണം കഴിച്ചു പോയ അമ്മേന്റെ കൈ മുറിച്ച് എനിക്ക് തന്നാ മതി. അവിടെ ഓരോരുത്തർക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊടുക്കാം. എനിക്കെന്തായാലും അറിയില്ല ഒന്നും ഉണ്ടാക്കാന്. അമ്മയ്ക്കാവുന്നതാണ് കേക്ക്, അമ്മയ്ക്കാവും കേക്ക്. അപ്പൊ ഇപ്പൊ ഉണ്ടാക്കല്ലോ, എത്ര ഹോട്ടലിന് വാങ്ങണ്ടല്ലോ ഇപ്പൊ. എന്താ കാര്യം? നല്ല കാര്യം. ഹോട്ടലിനെ കഴിക്കാം. ഒരു ശക്തി ഇല്ല ഹോട്ടലിന് സാധനം. അത് ശരിയാ. വേസ്റ്റ് ഓഫ് മണിയാണ് അമ്മ ഹോട്ടലിൽ ഫുഡ്. ഒരു ദിവസമൊക്കെ ഓക്കെ, പക്ഷെ ആഴ്ചക്ക് ഒരു ദിവസം അങ്ങനെയൊക്കെ കഴിച്ചാല് പിന്നെ മനോരഞ്ജന ദിവസം കഴിക്കാം. ശരിയാ,
അതെ, നമ്മൾ വീട്ടിലത്തെ ഫുഡ് തന്നെ വേണം. അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ? എനിക്ക് എന്തായാലും വേണം അല്ലേ അമ്മ? അമ്മേൻ്റെ കൈയിട്ട ആ കറി, മീൻ കറി, ചിക്കൻ കറി. എൻ്റെ അമ്മേൻ്റെ കൈയിട്ട് ഏറ്റവും ടേസ്റ്റുള്ള കറിയില്ലേ വഴുതനയും പിന്നെ എന്താണ് അമ്മ മറ്റേ കയ്പ കയ്പ എല്ലാം ടേസ്റ്റ് കേട്ടോ. അങ്ങനെ പറയുകയാണെങ്കിൽ ചക്കയും ടേസ്റ്റാണ്, ചക്ക ഇഷ്ടം കേട്ടോ. ഒന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ളത് എന്താ അറിയോ? കോളിഫ്ലവറും ക്യാബേജ്. അത് ക്യാബേജ് ഉപ്പേരി ഇഷ്ടമാണ്, കറി ഇഷ്ടമല്ല കേട്ടോ. സംഭവം ടേസ്റ്റ് ആണ് അമ്മ ഉണ്ടാക്കല്. പക്ഷെ എനിക്ക് കഴിച്ച് മടുത്ത്. കോളിഫ്ലവർ അതത്ര ഉണ്ടാക്കിയാലും മടുക്കൂല, എത്ര ഉണ്ടാക്കിയാലും കഴിച്ചാൽ മടുക്കൂല. ചക്കക്കറിയും അതേമാതിരി വഴുതനങ്ങ. ഓ, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വഴുതനങ്ങ കറി, പിന്നെ കയ്പക്കറി. സോപ്പിടട്ടെ. എന്തിനാ പറയ് സോപ്പിടുന്നേ? എന്തിനു സോപ്പിട്ടുന്ന അറിയില്ലല്ലോ എനിക്കില്ലേ. പറയട്ടെ, ചെരുപ്പ് നമ്മളെ കോളേജിലില്ലേ എത്നിക് ഡേ വരുന്നുണ്ട്. അപ്പൊ വാങ്ങിയില്ലേ? പിന്നെ വാങ്ങണോ? എത്ര ചെരുപ്പി വാങ്ങണം ഭഗവാന്? ഒരു മല ഉണ്ടാക്കണം. എത്ര ചെരുപ്പി വേണം, എത്ര ഡ്രസ് വേണം, എത്ര ഡ്രസ് ഇല്ല കുറച്ച്. അയ്യോ ഭഗവാനേ. മതി 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 മതി. ഞാൻ പറ്റുണ്ട് അമ്മ എനിക്ക് വാങ്ങി തന്നിട്ടോ. എത്നിക്കിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പ്, ഡ്രസ്സ് ഒക്കെ വാങ്ങി തന്നമ്മ. പുതിയത് കമ്മൽ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ കമ്മൽ വാങ്ങി, ഇന്നും വാങ്ങി. പിന്നെ ഞാൻ ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നെ, അപ്പം അങ്ങനെയും വാങ്ങി. 2 കമ്മലായി. അത് ഞാൻ മറ്റേതേ ഉള്ളൂ കേട്ടോ. ഇന്ന് വാങ്ങി എനിക്ക് ഇഷ്ടമായപ്പോൾ ഞാൻ വെറുതെ വാങ്ങി. പിന്നെ വള വാങ്ങി. ഇല്ലേ അമ്മ? ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ആകെ 2 സാധനം വാങ്ങിയിട്ടുള്ളൂ. വള, കമ്മൽ, പിന്നെ ജിലേബി, പിന്നെ പക്കോട പൊരി, പിന്നെ ഉപ്പിലിട്ട. ബലൂൺ വാങ്ങി തന്നില്ലേ അമ്മ? ഈ ചെറിയ കുട്ടിയല്ലേ, 3 വയസ്സായിട്ടുള്ളൂ. വെള്ളം 100 രൂപ വെള്ളം വാങ്ങണം. വെറുതെ പറഞ്ഞതാ. എന്താണമ്മ? കമ്മൽ എവിടെയാ? കമ്മൽ എനിക്ക് പേഴ്സ് കാണിച്ചു. അപ്പം കമ്മല് ഞാൻ കമ്മലിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ എനിക്ക് ഇഷ്ടാട്ടോ ഇങ്ങനെ വാങ്ങി വെക്കുന്നത്. പിന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ചേച്ചി കൊടുക്കും. ചേച്ചിക്ക് ഇഷ്ടമാണ് നല്ല വലിയ വലിയ കമ്മലൊക്കെ. പിന്നെ ഞാൻ എത്നിക്കിലേക്ക് വേണ്ടിയിട്ട് വാങ്ങി കാണിച്ചു തരാം. ഞാൻ അന്ന് പാർട്ടി വിയറാ ഇട്ട, സോ അതിന് മേച്ചാക്കിയിട്ടാണ് വാങ്ങിയത്. എൻ്റെ സെലക്ഷനിലല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ടിൻ്റെ സെലക്ഷനാണ്. എനിക്ക് ഇതിനൊന്നും സെലക്ഷൻ ഇല്ല. തന്നതാണ് എൻ്റെ ഡ്രസ്സ്. ബ്ലാക്കും പിന്നെ ഒരു നമ്മൾ ശരീരം സ്കിൻ കളറില്ലേ അങ്ങനത്തെ. എന്നിട്ട് ഇന്ന് കാണിച്ചു ഡ്രസ്സ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കട്ടെ, ഫ്രഷ് ആവട്ടെ പോയിട്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഗൈസ്, ഞാൻ എൻ്റെ ഫുഡ് കഴിച്ച് പോന്നിട്ടോ. ഇന്ന് ഫുഡിൻ്റെ വീഡിയോ ഉണ്ടാക്കിയല്ലോ. സംഭവം എനിക്ക് തലവേദന എടുക്കും നല്ല. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് പനി വരാനുള്ള സിംറ്റംസ് ആണെന്ന്. തലയൊക്കെ ചൂടാ. അപ്പോൾ മേ ബി പനി വരും, ഉറപ്പാ. അപ്പോൾ ഞാൻ അതൊന്ന് ഫുഡ് കഴിച്ച് ഞാൻ വേഗം പോയി ഉറങ്ങട്ടെ കേട്ടോ, അല്ലെങ്കിൽ തലവേദന കൂടും. ഞാൻ പോയി ഉറങ്ങട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.